ഇത് പെട്ടെന്ന് കേട്ടപ്പോ നമ്മുടെ മോഹൻലാലിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ കുക്കിങ്. അതല്ല അതല്ല, മോഹൻലാല് കുക്കിംഗ് ചെയ്യുമ്പോഴത്തേക്ക് റേഡിയോ മാറ്റി മാറ്റി വരും ബോയിങ് ബോയിങ്ങില്. അപ്പൊ കോഴിയെ തിരിച്ചു പിടിക്കുക, പിന്നെ ശീർഷാസനം ചെയ്യാന്ന് പറയുമ്പോ മുകേഷിന്റെ റേഡിയോ വരും, പിന്നെ മോഹൻലാലിന്റെ ആ ഒരു ഫീല് വന്നെനിക്ക്. അതാണോ? അതാണോന്നൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും കോമ്പറ്റീഷനിലേക്ക് പോവാം. ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് സോൾഫുൾ ക്ലാസിക്സ് റൗണ്ടിലേക്ക് പോവാം. പാടാൻ വരുന്നു അജൽ. പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി, ശുഭസായാനം പോലെ ശുഭസായാനം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ, ഏതേതോ കഥയിൽ സരയുവിലൊരു ചുടുമിഴി നീർക്കണമായി ഞാൻ, കവിയുടെ ഗാനരസാമൃതലഹരിയിലൊരു നവകനക കിരീടമിതണിയുമ്പോ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി. ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകിയ ഞാൻ, ഏതേതോ കഥയിൽ യമുനയിലൊരു വനമലരായി ഒഴുകിയ ഞാൻ, യദുകുല മധുരിമ തഴുകിയ മുരളിയിലൊരു
സംക്രമഗീതയുണർത്തുമ്പോ ഇന്നിതാ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം പോലെ ശുഭസായാഹ്നം പോലെ തെളിദീപം കളിനിഴലിൻ കൈക്കുമ്പിൽ നിറയുമ്പോൾ പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി അജൽ, ഹലോ. ഓക്കെ അല്ലേ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു പ്രാക്ടീസ് ഒക്കെ? പ്രമദവനം പോലത്തെ ഒരു പാട്ടല്ലേ ദാസേട്ടൻ അതുപോലെ പാടി വെച്ചേക്കുന്ന ഒരു പാട്ട്. പ്രാക്ടീസ് കുഴപ്പമില്ലായിരുന്നു. പ്രിപ്പയർ ചെയ്ത പോലെ പാടാൻ പറ്റിയെന്ന് തോന്നുന്നു. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. MG സർ. അജൽ കുട്ടാ സാർ, നന്നായിരുന്നു മോനെ. താങ്ക് യു സാർ. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ 2-3 കാര്യങ്ങൾ. മോൻ്റെ സ്വന്തം ശബ്ദത്തിൽ പാടി എന്നുള്ളൊരു വലിയ കൈഡിയ. താങ്ക് യു സാർ. ഈ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാനും ഉണ്ണാച്ചി ഒക്കെ ഉണ്ട് AVM മാറാറുണ്ട്. 7 മണിക്ക് പൂജ തൊട്ട് ഈ പാട്ട് കഴിഞ്ഞിട്ട് അടുത്ത പാട്ട് എടുക്കുമ്പോൾ ഗോപിവാസന്ത് എടുക്കുക, എല്ലാ പാട്ടും എടുക്കുമ്പോഴും നമ്മളുണ്ട് അവിടെ. പിന്നെ അണ്ണാച്ചി നമ്മളൊരു പാട്ടും കൂടെ പാടി, ദേവസഭ. അപ്പോൾ എല്ലാ ഇതിനകത്ത് നടന്ന കാര്യങ്ങൾ മുഴുവൻ നമുക്കറിയാം, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ദാസേട്ടനെ ഇംപ്രവൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടാണ്. ഇതിപ്പോൾ ഈ ഹമ്മിങ് ആദ്യത്തെ തുടക്കമൊന്നും ജസ്റ്റ് രവിചേട്ടൻ ഇങ്ങനെയാണ് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കും, ദാസേട്ടനാണ് പിന്നെ അത് പാടുന്നത്. ആ ജസ്റ്റ് ഓപ്പണിങ്. അല്ലാതെ ഒരു മ്യൂസിക് ഡയറക്ടർക്ക് കൃത്യമായിട്ട് ഇങ്ങനെ പാടുന്ന, അണ്ണാച്ചി പാടും അത്. കാരണം ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് പാടി കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന് ഐഡിയാസ് ഉണ്ട് അവർക്ക്, പക്ഷെ അവർക്കത് ഇങ്ങനെ വേണം എന്ന് പറയാൻ പറ്റും. പക്ഷെ അത് നമ്മളൊരു ഗായകൻ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഒരു പ്ലേ ബാക്ക് സിംഗർ ആവുന്നത്. അത് ദാസേട്ടന് പാടിയതെന്നൊക്കെ ഏതേതോ കഥയിൽ എന്നുണ്ടല്ലോ, അത് പ്ലെയിനായിട്ടായിരുന്നു. പിന്നെ രണ്ടാമത് പാടിയൊരു സോങ് അത് കഴിഞ്ഞിട്ട് സരയുവിലൊരു അതൊക്കെ ദാസേട്ടൻ്റെ ഇതിനകത്ത് നിന്ന് വന്നതാണ്. കാരണം കയ്യിൽ നിന്ന് വന്ന ഓരോ ഇംപ്രവൈസേഷൻസാണ്. നന്നായിരുന്നു മോനെ. പിന്നെ വേണ്ടൊരു കാര്യം, ഭാവം കുറച്ചുകൂടെ ചില സ്ഥലങ്ങളിൽ ഇപ്പം പ്രമദവനം വീണ്ടും ഋതുരാഗം ചൂടി ശുഭസായാഹ്നം, അത് ദാസേട്ടൻ ഞാൻ ഒഴുക്കി കൊടുത്തിട്ടുണ്ട്. ആ താളത്തിനകത്ത് നിർത്തിക്കൊണ്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓക്കെ സാർ. പിന്നെ ഈ ഒരു സംഗതി ഉണ്ടല്ലോ, എല്ലാവരും ഒരു വിറപ്പിക്കലാണ് അവിടെ. ഒരു വിറപ്പിക്കലാണ്. അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള നോട്ട്സ് ഓൻ തപ്പിപ്പോയിട്ടുണ്ടോ? അത് എന്താണ് അതിൻ്റെ നൊട്ടേഷൻ, സ്വരസ്ഥാനം എന്താണ്? ഏകദേശം വന്നു. അത് സ്പീഡിൽ വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. മോൻ നന്നായിട്ട് പാടി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോൻ്റെ ശബ്ദത്തിൽ പാടിയതാണ്. താങ്ക് യു സാർ. എനിക്ക് ആരെ അനുകരിക്കാതെ മോൻ്റെ ശബ്ദത്തിൽ പാടി, നന്നായിട്ട് തന്നെ പാടി. പിന്നെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അത് പിന്നെ ഞാൻ എടുത്ത് പറയുന്നില്ല. ഈ ഭാവം കൂടെ ഉൾക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഗംഭീരമാവും. വെരി ഗുഡ്. താങ്ക് യു സാർ. താങ്ക് യു. വെരി ഗുഡ്. താങ്ക് യു സർ. ശരത് സർ. അജലേ സാർ, വണ്ടർഫുൾ സോങ്. ഈ ഒരു പാട്ടിന് പകരം വേറെ പാട്ടില്ലടാ, പ്രമദവനമേ ഉള്ളൂ. കാര്യം ഇതിൻ്റെ കമ്പോസിങ് മുതൽ ഇപ്പോൾ അണ്ണാച്ചി പറഞ്ഞ പോലെ റെക്കോർഡിങ് മൊത്തം അവിടെ ഉണ്ടായിരുന്നു. അതൊരു മഹാഭാഗ്യം. അത് വേറൊന്നും പറയാനില്ല. എനിക്ക് ആ ഒരു കുറച്ചൊരു സ്വരങ്ങളും ആ ഒരു രാജാവ് പാടുന്ന പോർഷനാണ് എനിക്ക് അണ്ണൻ്റെ കൂടെ ഞാൻ പാടിയിട്ടുള്ളത്. പക്ഷെ നല്ല ചേഞ്ചാണത്. പിന്നെ അല്ല, രാജാവിന് ഞാനേ ഉള്ളണ്ണ, അതാണ് അണ്ണൻ മനസ്സിലാക്കേണ്ടത്. ശരി, ഞാൻ അല്ല ആ റെക്കോർഡിംഗ് ഒക്കെ അയ്യോ ഒത്തിരി. അല്ല, അവിടെ ഒരു ചെറിയ പ്രശ്നം നടന്ന ഓർമ്മയുണ്ട്. ദേവസഭാതലം. അപ്പൊ ഞാന് ദാസേട്ടനും അണ്ണാച്ചി. അപ്പൊ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പാടി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് അഹങ്കാരിയായിട്ടുള്ള ഒരു ഗായകൻ
ഒരു ശാസ്ത്രീയ സംഗീതജ്ഞൻ സദസ്സിൽ പാടുന്നതാണ് രാജാവിന് മുമ്പിൽ. അതുകൊണ്ട് ദേവസബാതലം രാഗിലമാക്കുവാൻ നാദപ്രഭാവമേ എന്നൊക്കെ ഞാൻ പറഞ്ഞു, ഇത് പറ്റില്ല, ഇത് എൻ്റെ ശബ്ദത്തിൽ ഞാൻ പാടാം. അങ്ങനെ കുറച്ചൊരു ഇഷ്യൂ ആയി. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ശബ്ദത്തിൽ പാടാമെന്ന് പറഞ്ഞു. എന്നെ അലമ്പാക്കണ്ടെന്ന് ചോദിച്ച് എൻ്റെ ഇപ്പം റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിനകത്ത് യൂട്യൂബിൽ കിടക്കുന്ന ഞാനും ശരത്തും ദാസേട്ടനും പാടിയുണ്ട്. പക്ഷേ സിനിമയിൽ എൻ്റെ പോർഷൻ പാടിയിരിക്കുന്ന രവീന്ദ്രൻ മാഷ. ഇങ്ങനെയൊക്കെ ഉള്ള കഥയല്ല, ഇത് നടന്ന സംഭവം തന്നെയാണ്. അപ്പം അതൊന്നും നിങ്ങൾക്ക് ഈ ഗൂഗിളിൽ അടിച്ചാൽ കിട്ടത്തില്ല. ഗൂഗിളെണ്ണം തോറ്റുപോകും. അജലേ ഒക്കെ കൊള്ളാണ്, നന്നായിട്ട് തന്നെ പാടി. ഈ ഒരു മുകളിലേക്ക് പോകുന്ന ഒരു ആലാപില്ലേ, അത് കുറച്ചും കൂടെ ഹോൾഡ് ചെയ്താൽ എന്താണ്, നിനക്ക് എന്തെങ്കിലും കുഴപ്പം വരുമോ? അതൊന്ന് പാടാമോ? വലിയ കായാണ് വരുമ്പോ വലിയ കാ തന്നെയാണ്. അതൊക്കെ കുറച്ച് വലിച്ച് പാടുക കേട്ടോ. പ്രത്യേകിച്ച് ഈ ഗ്ലൈഡ്സ് ഒക്കെ ആ മധ്യമം ടു ചെറിയ ഗാന്ധാരം ഇങ്ങനെ വന്ന് വീഴുമ്പോഴാണ് അതിനൊരു സുഖം. നന്നായിട്ട് പാടിയതാ. പിന്നെ എനിക്കുള്ള ഒരു ഒറ്റ കാര്യം, നീ നിന്റെ വായൊന്നും തുറക്കണം. ഈ അപ്പം കാണുമ്പോൾ മാത്രമല്ല വാ തുറക്കേണ്ടത്, അല്ലാതെ ഒന്ന് പ്രമദ ഇത് കേക്കണ്ടേ. പാവനം ഋതുരാഗം ഋതു എടേ ഋതു അല്ലടേ ഋതു ഋതുരാഗം അവിടെയൊക്കെ നിനക്ക് ഒരു ആവശ്യമില്ലാത്തൊരു പിടുത്തം തോന്നി. ഞാനിവിടെ പിടുത്തം അല്ല, സത്യം പറഞ്ഞ ആ ഫ്ലോ എന്ന് പറഞ്ഞല്ലേ, നേരത്തെ പറഞ്ഞില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞ ആ ഫ്ലോ പറഞ്ഞതാണ്. അത് നിനക്ക് ഉഗ്രമായിട്ട് പാടുന്ന ഒരു ചെക്കനല്ലേ നീ. നിനക്ക് എന്തിന്റെ അഹങ്കാരമാണ്? വാ തുറക്കത്തില്ല, അതെ, ഒരു ആവശ്യമില്ല, അക്ഷരപുടതയില്ല. മക്കളെ അതേ ഉള്ളു കേട്ടാ ചക്കരെ. ആ യദു പോലൊന്ന് പാടാമോ? എന്തോന്നേ അത് ദായാടാ പാടുന്നത്. യദു അതല്ല, യദു അല്ലടേ, യദു. മതി, ഞാൻ തൃപ്തനായി. അപ്പൊ അത്രേ ഉള്ളൂ. നീ ബാക്കിയെല്ലാം നന്നായിട്ട് തന്നെ പാടി. പക്ഷെ ഇതും കൂടെ ഉണ്ടെങ്കിൽ എക്സൽ ചെയ്യും. അത്രേ ഉള്ളൂ. അതല്ലേ, എന്തൊക്കെയാണ് നീ വാ തുറന്നില്ലെങ്കിലും ഐ ലവ് യു. താങ്ക് യു സർ. ലവ് യു ടു പരാജൻ. ലവ് യു ടു സർ. പറഞ്ഞു പറയരുത്. ഇല്ല സാർ, ഇല്ല സാർ, ഇനി ഞാൻ ചെയ്യില്ല. ഓക്കെ സാർ, ഇനി ഞാൻ ചെയ്യില്ല. ഓക്കെ, മഞ്ജരി ചേച്ചി. അജൽ മാം, അജൽ സൂപ്പർ സോങ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടിയാണ്. ഇപ്പം ശരത് സാറും MG സാറും ഒക്കെ ആ കാലഘട്ടത്തിൽ ഈ റെക്കോർഡിംഗ് വിറ്റ്നസ് ചെയ്ത ആൾക്കാരാണ്. വിറ്റ്നസ് ചെയ്തതാണ്. അപ്പൊ അതൊരു വലിയൊരു കാര്യമാണ്. ഈ ചാറ്റ് GPT-ക്കും ജെമിനിക്കും പോലും അറിയാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലേ? അപ്പം ആ ഒരു മഞ്ജരി, ഇത് ഞങ്ങൾ പറയുന്നത് ഒരു മെയ്ഡപ്പ് സ്റ്റോറി ഇല്ല. അതാണ് അല്ലെങ്കിൽ എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ഇങ്ങനെ പാടത്തില്ല, ഞാൻ എന്റെ ശബ്ദത്തിൽ പാടുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതും രവീന്ദ്രൻ മാഷും ഒന്നും എനിക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ശരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള ഈ പാട്ടുകളുടെയൊക്കെ കാര്യം നമുക്കറിയാം. പക്ഷെ ഈ കഥകൾ കേൾക്കുമ്പോൾ അത് ശരിക്കും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു വർക്ക് ചെയ്തത് എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ ആൾക്കാരുടെ അടുത്ത് എത്തുമ്പോൾ. അപ്പൊ അത് ഇവിടുന്ന് ഡയറക്റ്റ് ആ കഥകളൊക്കെ കേൾക്കാൻ പറ്റുന്നു, അല്ലേ? ശരിക്കും എനിക്കും നിങ്ങളെപ്പോലെ ഞാനും അതുപോലെ തന്നെയാണ് ഇരുന്ന് കേൾക്കുന്നത്, കൗതുകത്തോടു കൂടി. അപ്പം ഈ പാട്ട് ഇനിയും ഒരുപാട് കാലം എല്ലാ പാട്ടുകാരും നിങ്ങളുടെ കുട്ടികളും എടുത്തു പാടും, അവരുടെ കുട്ടികളും അങ്ങനെ 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 പൊക്കോണ്ടിരിക്കും. അതാണ് ആ ഒരു പാടിക്കോട്ടെ, അവരും കുട്ടികളായിരുന്നല്ലോ ഒരു കാലത്ത്. അപ്പൊ അങ്ങനെ ഒരുപാട് തലമുറകളിൽ ഇത് ഇങ്ങനെ ക്യാരി ഫോർവേഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അത് നല്ല രീതിയിൽ തന്നെ അജൽ ഇവിടെ പെർഫോം ചെയ്തു. എനിക്ക് അജലിന്റെ ഈ വോയിസ് വലിയ ഇഷ്ടമാണ്. ഒരു ന്യൂജൻ വോയിസ് ആണ്, എന്നാലും നമ്മൾ ഒരു ഉദ്ദേശിക്കുന്ന ഒരു ഗെയിൻ ഉണ്ട്. അത് ഈ പ്രായം മാറി കുറച്ചുകൂടി ഒരു ഇരുത്തം വരുമ്പോഴത്തേക്ക് ആ വോയിസിന്റെ ഒരു പവർ വരും. അതർവൈസ് നല്ല സോങ് സെലക്ഷൻ, ഈ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് ഞാനും എഴുതി വെച്ചിരിക്കുന്നത്. ഇനിയും ഇതിലൊക്കെ ഗംഭീരമായിട്ട്, ഇതിനേക്കാൾ ഗംഭീരമായിട്ട് അജലിന് പാടാൻ പറ്റും. അപ്പം ഇതൊരു നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. ഗോഡ് ബ്ലെസ് യു. ഇതുപോലെ പാട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവട്ടെ. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. MG സാർ. അജൽ,
സാർ. ഇന്ന് പാടിയതിന് ഐ എം ഗിവിംഗ് യു 9. താങ്ക് യു സാർ. താങ്ക് യു സർ. അത് വേറൊന്നുമല്ല, സ്വന്തം ശബ്ദത്തിൽ പാടിയതിനും കൂടെ ഉള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. താങ്ക് യു സാർ. ഓക്കെ ശരത് സർ, യെസ് ബോസ്. മാർക്ക് കൊടുക്കൂ സർ. ഓ മാർക്ക് വലിച്ചെറിയും. വലിച്ചെറിയൂ നിന്റെ മുഖം മൂടി. സനിത പകരി സാർ. ചേച്ചി ഈ പെർഫോമൻസിന് 8.9. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ സോ ടോട്ടൽ 17.9. സൂപ്പർ. ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞു ഇന്ന് കുറേ വിശേഷങ്ങളുണ്ട്, സർപ്രൈസസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിലെ ഒരു സർപ്രൈസ് ആണ് മഞ്ഞത്തുണി ഇട്ട് മറച്ചു വെച്ച. അതെന്താ അത് ഒളിപ്പിച്ചു വെച്ചത്? ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയില്ലേ? ഇതിന്റെ അകത്ത് എന്താണ് ഭയങ്കര എക്സൈറ്റഡ് ആയി. എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ ഈ മാജിക് കാണിക്കാറുണ്ട്. ഓ മാജിക് ആണോ ഇത്? മാജിക് ആണോ? ഞാൻ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ആണോ സർ? ഞാനൊരു ചാനലില് കുറേ മാജിക്കുകൾ കാണിച്ചിട്ടുണ്ട്. സർ, സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ വേദിയിലും സാറിന്റെ ആ മാജിക് കാണണ്ടേ നമുക്ക്? അതിനു മുന്നേ ഞാൻ MG സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മജീഷ്യൻ MG. അപ്പോ ഇത് MG സാറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. സർ, സർ ഒരു മജീഷ്യൻ സ്റ്റൈലില് സർ അതൊന്ന് ഓപ്പൺ ചെയ്യും, ഒന്ന് റിവീൽ ചെയ്യും സർ. ശരത് സാറിനെ എടുത്തിട്ടു. ശരത്തിന്റെ സംഗീതം മുഴുവൻ എടുത്ത്, ഓക്കെ, മഞ്ജരിയുടെ സൗന്ദര്യം എടുത്തു, ഓർക്കസ്ട്രക്കാരുടെ ആ പവർ എടുത്ത് ഞാൻ, നമ്മുടെ പാട്ടുകാരുടെ എല്ലാം മൊത്തം എനർജി എടുത്ത് ഞാൻ, പാർവതിയുടെ അവാർഡും പാർവതിയുടെ എന്താണ് വാക്ചാതുർഥ്യം എടുത്തു. ഇതിനകത്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ ഞാൻ ഇതില് ആവാഹിക്കുകയാണ്. ഓക്കെ, റെഡി? 1 2 3. സർ, ഇതെന്താണ് സർ? നോക്ക്. പാറു, ആദ്യമായിട്ടാണ് സ്വന്തം പ്രതിമ അനാച്ഛാദനം ചെയ്തത് മനുഷ്യൻ. അസാധ്യം. ഈ പ്രതിമയ്ക്ക് പിന്നിൽ ഒരു കഥയുണ്ട്. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് അങ്ങ് കാസർഗോഡ് ജില്ലയിൽ നിന്ന് MG ശ്രീകുമാർ എന്ന് പറയുന്ന നമ്മുടെ MG സാറിന്റെ ഒരു ആരാധകൻ. സാറിന്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമുള്ള എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ സാറിനെ അറിയാലോ, സാറിനെ ആൾ ഇതുവരെ കണ്ടിട്ടില്ല, കാണാതെ തന്നെ സാറിന് അത്ര അധികം ഇഷ്ടപ്പെടുന്ന, സാറിന്റെ പാട്ടുകൾ അത്ര അധികം ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ആരാധകൻ. പുള്ളിയുടെ ഒരു വലിയ സ്വപ്നമാണ് MG സാറിനെ കാണണം എന്നുള്ളത്. അപ്പോ ആ മനോജേട്ടൻ ചെയ്ത ഒരു ശില്പമാണിത്. മണ്ഡലമാസം തുടങ്ങിയ സമയത്ത് ആൾ ഒരുപാട് തവണ ട്രൈ ചെയ്തു സാറിന്റെ ഒരു ശില്പം റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് തവണ ചിലപ്പോൾ അതിനൊരു ഒരു ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു ആൾക്ക്. പക്ഷെ ആ മണ്ഡലമാസം തുടങ്ങിയ സമയത്താണ് മനോജേട്ടൻ ഈ ഒരു ശില്പം റെഡിയാക്കുന്നത്. അപ്പോൾ ചേട്ടന്റെ ആ ഒരു സ്നേഹം, ആരാധന എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു ശില്പമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ മനോജേട്ടന്റെ ആ ഒരു ആഗ്രഹം നമ്മള് സൂപ്പർ സ്റ്റാർ സീനിയർ വേദിയില് അങ്ങ് നടത്താൻ പോവാണ്. നമ്മള് വാക്ക് കൊടുത്തു, ചേട്ടൻ എന്തായാലും MG സാറിനെ നമ്മൾ കാണിക്കുന്നു. അങ്ങനെ മനോജേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ വിളിക്കട്ടെ? ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് മനോജേട്ടനെ സൂപ്പർ സ്റ്റാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. മനോജേട്ടാ, മനോജേട്ടൻ കാണാൻ ആഗ്രഹിച്ച ആ ദൈവത്തിനെ ദാ നമ്മള് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയേക്കാണ്. എന്താണ് തോന്നുന്നത്? ഒരു അടുത്ത് കാണുമ്പോൾ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. ആ കാസർഗോഡ് നിന്ന് ഇത്രയും ദൂരം വന്ന് ഒക്കെ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഞാൻ വിചാരിച്ചതേ അല്ല. എനിക്ക് സാറിൻ്റെ പാട്ട് ഒരുപാട് ഇഷ്ടമാണ്, പണ്ട് തൊട്ടേ ഒരുപാട് ഇഷ്ടം. സംഗീതത്തെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പം സംഗീതം പഠിച്ച ഒരാളൊന്നുമല്ല, പാട്ട് പാടാനും അങ്ങനെ വശമൊന്നുമില്ല. പക്ഷേ സംഗീതത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊക്കെ എഴുതും. അങ്ങനെ കുറച്ചെല്ലാം പാട്ടെല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ സാറിനെ കാണാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം വീഡിയോ ചെയ്തു, സാറ് കണ്ടു. കാണണമെന്നില്ല എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ സാറ് കാണുന്ന വിചാരിച്ചതല്ല. ഞാൻ കണ്ടു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് നേരിട്ട് വന്ന്
അഭിനന്ദിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ കാസർഗോഡ് വരെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒത്തിരി ദൂരം കൂടുതലായതുകൊണ്ടാണ്. എന്തായാലും ഇത് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ മനസ്സും ആത്മാവും എല്ലാം അതിനകത്തുണ്ട്. കൃത്യമായിട്ട് തന്നെ ഉണ്ട്, ഒരു വ്യത്യാസവും ഇല്ല. ഇതിന്റെ പിന്നിലുള്ള ഒരു ഹാർഡ് വർക്ക് അതൊന്ന് പറയൂ നമ്മളോട്. ഇതിന്റെ മനോജന്റെ പ്രൊഫഷൻ അതൊക്കെ ഒന്ന് പറ. ഞാനിപ്പോ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതാണ്. Okay. പിന്നെ ആർട്ടൊക്കെ ചെയ്യും. പക്ഷെ ഒരു വ്യക്തിയെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ചെയ്തത്. സാറിന്റെ തന്നെയാണ് ആദ്യമായിട്ട് ചെയ്തത്. ബ്യൂട്ടിഫുൾ. അപ്പൊ ഇനി ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഒരുപാട് വ്യക്തികളൊക്കെ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. സാറാണ് തുടക്കം. അപ്പൊ സാറിനെ കണ്ടതിൽ ഒരുപാട് നന്ദി. താങ്ക് യു. സാർ ഞാനൊന്ന് നോക്കട്ടെ സാർ. സാർ കറക്റ്റാ. ഞാനും വന്നോട്ടെ നോക്കിയതാണ്. കറക്റ്റാണ് സാർ. കൃത്യമാണ്. ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ. എനിക്കത് ഇവിടെ നിന്നിട്ട് കണ്ടുപിടിക്കുന്നില്ല. നിങ്ങൾ അടുത്ത് കാണുമ്പോഴേ അതിന്റെ ക്ലാരിറ്റി വാ മനസ്സിലാവും. ചേച്ചി വാ. ശരത് സാർ എങ്ങനെയുണ്ട് സാർ? അസാധ്യം. ഞാൻ ഇത് വീട്ടിൽ കൊണ്ടുപോയിക്കോട്ടെ, അണ്ണനെ മിസ് ചെയ്യുമ്പോ നോക്കാൻ. അപ്പൊ ഒരു കാര്യം ചെയ്യും, അടുത്ത അണ്ണാച്ചിയുടെ ചെയ്തിട്ട് എനിക്ക് എന്നാ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി മിസ് ചെയ്യുമ്പോ കാണാന്ന് അല്ലേ? കുറെ നേരം ആയില്ലെങ്കിൽ എന്തോ ഇത്. മനോജേട്ടൻ ഇത് ഒറ്റയ്ക്കാണോ മനോജേട്ടൻ ചെയ്തത്? അല്ലല്ല, എന്റെ കൂടെ എന്റെ ഭാര്യ കൂടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. എന്നാ പിന്നെ ആളെ കൂടെ നമുക്കൊന്ന് സ്റ്റേജിലേക്ക്. അപ്പൊ രണ്ടുപേരും ഒന്നിച്ചാണോ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കാറ് ശില്പങ്ങളൊക്കെ? രണ്ടുപേരും ഒന്നിച്ചാണ് ശില്പം ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഞങ്ങൾ രണ്ടുപേരല്ല 3 പേര് വന്നിട്ടുണ്ട്. 3 പേരോ? ഇനി ആരാ വന്നേക്കുന്നേ? ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ അപ്പൊ വരാറായിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. പാട്ടുകളൊക്കെ എഴുതും എന്ന് പറഞ്ഞല്ലോ. പാട്ട് ചെറുതായിട്ട് എഴുതും. ഞാൻ കുറച്ച് ഭക്തിഗാനം പണ്ട് എഴുതി. പിന്നെ കുറച്ച് ആൽബം ഒക്കെ ചെയ്തു. അങ്ങനെ വലുതായിട്ടില്ല, ചെറിയ മതി, ചെറുതായിട്ട്. ചെറുതാണ്. ഇന്നിപ്പോ ഇവിടെ വന്നപ്പോ ഇവിടുത്തെ സ്റ്റേജിലേക്ക് വരേണ്ട കാരണം പിന്നെ അത്രയും നമ്മള് കാസർഗോഡ് നിർന്ന അത്രയും ദൂരത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന് അവര് നമുക്കൊരു മനസ്സിനൊരു ഇതുണ്ടാവുമല്ലോ, അങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. പാടി കേട്ടാ എനിക്ക് ഭയങ്കര സന്തോഷം. എന്റെ ഭയങ്കര അക്ഷരം, അതുകൊണ്ട് ചേട്ടൻ തന്നെ വായിക്കും. ചേട്ടന്റെ വരികള് മനോജേട്ടൻ തന്നെ വായിക്കും. അല്ല, അക്ഷരം എനിക്ക് മാത്രമേ വായിക്കാൻ കിട്ടൂ, അതുകൊണ്ട് ഞാൻ അങ്ങനെയല്ല. വായിച്ചോ? കനവിൽ കണ്ട മോഹം അരികിൽ വന്നു ചേരുന്നൊരീ നിമിഷം എന്റെ ഉള്ളിൽ പുതുമഴയായി. ഹൃദയം കുളിർ കോരി നിൽക്കുമീ ആനന്ദവേളയിൽ കവിതകൾ കുറിക്കുവാനൻ മനസ്സു വെമ്പലായി. സാമഗീതങ്ങൾ വർണ്ണശബളമായി പാടുന്നൊരീ നിമിഷം. പാടുന്നുണ്ടെങ്കിൽ ആ പാട്ട് ഇത് അണ്ണാച്ചിക്ക് തരുന്നു. അണ്ണാച്ചി കമ്പോസ് ചെയ്യാൻ 2 വരി ഞാനത് പാടുന്നു. മനോജേട്ടന്റെ വരികൾ ശരത് സാർ കമ്പോസ് ചെയ്യാൻ പോവാണേ. കനവിൽ കണ്ട മോഹം, കനവിൽ കണ്ട മോഹം അരികിൽ വന്നു ചേരുന്നൊരീ നിമിഷം, അരികിൽ വന്നു ചേരുന്നൊരീ നിമിഷം എൻ്റെ ഉള്ളിൽ, എൻ്റെ ഉള്ളിൽ പുതുമഴയാ, പുതുമഴയാ. കനവിൽ കണ്ട മോഹം, കനവിൽ കണ്ട മോഹം അരികിൽ വന്നു ചേരുന്നൊരീ നിമിഷം, അരികിൽ വന്നു ചേരുന്നൊരീ നിമിഷം. ബ്യൂട്ടിഫുൾ. മനോജേട്ട ഇനി എന്താ വേണ്ടത്? കാസർഗോഡ് വന്നു, ശില്പമായി വന്നു, പാട്ട് എഴുതിക്കൊണ്ട് വന്നു, ശരത് സാർ കമ്പോസ് ചെയ്തു, MG സാർ പാടി. ഓക്കെ, മനോജേട്ടൻ, വിദ്യ ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ ഹാപ്പി അല്ലേ? ഭയങ്കര ഹാപ്പിയായി. മഞ്ചേരിയോട് സംസാരിക്കാൻ വിട്ടുപോയി, സോറി. അയ്യോ, അങ്ങനെയല്ല, സോറി. ഞാൻ സത്യത്തിൽ അതിശയിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതുപോലെ ഉണ്ടാക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു വ്യക്തിയെ കാണാതെ
അദ്ദേഹത്തിന് ഇപ്പം സാധാരണ ഇങ്ങനെ തൊട്ട് നോക്കി അളവ് ഇങ്ങനെയൊക്കെ പറയുമല്ലോ, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇല്ലാതെ നേരിട്ട് കാണാതെ ഒരു പിക്ചറിൽ മാത്രം കണ്ടിട്ട് ഇങ്ങനെ ഇത്ര മനോഹരമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അത് സൂപ്പർ, മറ്റൊന്നും പറയാനില്ല അതില്. അത് ഞങ്ങൾക്കും വലിയ സന്തോഷം. കാരണം എന്റെ ആദ്യത്തെ വർക്കാണ്, അപ്പൊ അതിന്റേതായ പോരായ്മ ഉണ്ടാവും. എന്തെങ്കിലും ഞാൻ അങ്ങനെ പഠിച്ച് ചെയ്ത ഒരാളല്ല. അല്ലല്ല, അതൊന്നും കുഴപ്പമില്ല സാർ. ഇതിൽ കണ്ണടയില്ല, അത് നന്നായി. പിന്നെ ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്നറിയാം? എന്താ സാർ? നമ്മളിപ്പോ എം ജി അണ്ണാട് അത്രയും കമ്പനിയാണ്, എങ്കിലും ഇതുകൊണ്ടുള്ള ഒരു ഗുണം എനിക്കൊക്കെ അതെന്താ ഇവിടെ ഡയറക്റ്റ് ഇല്ലേ? അടികിട്ടും. മനോജെ, ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. കാരണം വേറൊന്നുമല്ല, ഇതുപോലൊരു ആർട്ട് അദ്ദേഹത്തിന് എന്നിൽ കൂടെ, എന്നെ സ്നേഹിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു. മാത്രമല്ല നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ടത് ചെയ്തു കൊടുത്ത് വാക്സ് മ്യൂസിയം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തുടങ്ങാനുള്ള അവസരം ഉണ്ടാകട്ടെ. അതിന് വേണ്ട എല്ലാ പ്രാഥമിക സഹായങ്ങളും ഞാൻ ചെയ്തു തരാം. എന്റെ അമ്മ അന്വേഷണം പറയാൻ പറഞ്ഞു സാറിനോട്. എന്താ പേരാ മേഡം? എന്റെ അമ്മ ശാന്ത. ശാന്ത. അപ്പൊ ശാന്തമ്മയ്ക്ക് എന്റെ എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ മനോജ് ചേട്ടാ, താങ്ക് യു സോ മച്ച്. ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും ഒരുപാട് ഹൈറ്റ്സിൽ എത്താൻ സാധിക്കട്ടെ. ഓക്കെ, താങ്ക് യു ജഡ്ജസ്, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് കോമ്പറ്റീഷനിലേക്ക് പോവാം. രാജാ സാറിന്റെ ഒരു പാട്ട് കേട്ടാലോ? ഓക്കെ, അപ്പൊ റൊമാൻറ്റിക് മാസ്റ്റർ റൗണ്ടിൽ പാടാൻ വരുന്നു ശിവാനി. கொஞ்சம் சொல்லாயோ சிந்தூரப்பூவே சிந்தூரப்பூவே ஜில்லென்ற காற்றே என் மன்னன் எங்கே என் மன்னன் எங்கே நீ கொஞ்சம் சொல்லாயோ சிந்தூரப்பூவே.
ചേച്ചി. സൂപ്പർ, താങ്ക് യു. അടിപൊളിയായിരുന്നു. നൈസ് കോസ്റ്റ്യൂം. താങ്ക് യു. ചേച്ചി നോക്കാം. ചോദിക്കാം. ചേച്ചി ശിവാനി ചേച്ചി. പാട്ട് സെലക്ഷൻ, ആഹാ ഓഹോ എന്ത് പറയാം, മനോഹരം. താങ്ക് യു ചേച്ചി. ആരുടെ സെലക്ഷനാണ്? ഇതെന്റെ ഞാൻ പഠിച്ചോണ്ടിരുന്ന സാറുണ്ട്. സാർ എനിക്ക് പഠിച്ചോണ്ടിരുന്ന സാറോ? ഞാൻ എന്നെ പഠിപ്പിച്ച സാർ, യു മീൻ? അതെ, അങ്ങനെ. സാറ് സജസ്റ്റ് ചെയ്തതാണ്. ടോണിന് ചേരുന്ന് കൊടുത്തു നോക്കെന്ന് പറഞ്ഞ് അപ്പൊ ചാനൽ അത് തന്നെ തന്നു. ശരിക്കും സാറ് പറഞ്ഞ കറക്റ്റ് ആണ്. മോൾക്ക് ചേരുന്നൊരു പാട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു ചേച്ചി. ഇത് ഞാൻ സാറിന്റെ കുറെ പ്രോഗ്രാംസിൽ ഞാൻ പാടാറുണ്ട്. അപ്പൊ അതില് ഒരു പ്രാവശ്യം എനിക്ക് പാടാൻ കിട്ടിയൊരു പാട്ടായിരുന്നു ഇത്. അപ്പൊ നമ്മൾ ഈ പഴയ പാട്ടുകളൊക്കെ ആകുമ്പോൾ നമുക്ക് വല്ലാത്ത ടെൻഷൻ. ഒന്നാമത് രാജാ സാർ മുട്ടടിക്കും. അപ്പൊ ഇത് അതുപോലെ പാടണം എന്നുള്ള ആഗ്രഹം. പക്ഷെ ആ മ്യൂസിക് വരുമ്പോൾ ഉണ്ടല്ലോ, എല്ലാം കൂടെ ചേരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് അതിലോട്ടങ്ങ് ആയിപ്പോവും. അപ്പൊ അത്രയും ആ മാജിക് ഉണ്ട് ആ മ്യൂസിക്കിനകത്ത്. ഒരു സോൾഫുൾ സോങ് എന്ന് പറയില്ലേ, സോളാണ് അതിനകത്ത് മുഴുവനും ഉള്ളത്. അത് അത്രയും മനോഹരമായ ഒരു പാട്ട്. അത് മോളെ നന്നായിട്ട് തന്നെ പാടി, നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് പഠിക്കാൻ. എനിക്ക് തോന്നിയത് മോൾക്ക് ഇടയിൽ വോയിസ് കുറച്ചൊന്നൊരു ഡ്രൈനെസ് ഡ്രൈ ആവുന്നതാണ്. അപ്പോൾ അതിന്റെ പിന്നെ ഇടയിലൊരു ചെറിയൊരു വെപ്രാളം എവിടെയോ ഒക്കെ കയറി വരുന്നുണ്ടായിരുന്നു. ഡ്രൈ ആയപ്പോ ടെൻഷനായി. അതെനിക്ക് തോന്നിയത്, അത് വളരെ വ്യക്തമായിട്ട് തോന്നിയത് എവിടെയായിരിക്കും? ലാസ്റ്റ് അതല്ലേ? അതൊന്ന് കറക്റ്റ് ചെയ്ത് പാടുന്നോ? சாலை வழி எங்கும் பூவை இறைத்திடுங்கள். അവിടെ ഒരു വെപ്രാളം ഉണ്ട് അവിടെ. ഇത്രയും സ്ലോ അല്ലല്ലോ പാട്ട്. അല്ല, ആ പാട്ട് എംപോല് പാടും. சாலை வழி எங்கும் பூவை ഇறைത്തിടുங்கள். നേരത്തെ പാടുമ്പോ കുറച്ചുകൂടെ ഒന്ന് ചേരാം മോളോ. ഓക്കെ. കുറച്ചുകൂടെ ഒന്ന് ചേരാം. ആ ക്ലാരിറ്റി വരണം. കുറച്ച് അതിൽ കൂടുതലുണ്ട് മോള് പാടുന്നതിൽ. അതൊന്ന് അത് കുറച്ചുകൂടെ ഒന്നൊരു ഫൈൻനെസ് എനിക്ക് തോന്നി. അതായിരുന്നു അതിലൊരു നഷ്ടപ്പെട്ട ഒരു സംഭവം. അത് ആ ചരണത്തിലും അതേപോലെ കന്നി പരുവത്തിൽ അത് കുറച്ചുകൂടെ ഭേദമായി. നല്ലൊരു പാട്ട്, നന്നായിട്ട് തന്നെ മോൾ അറ്റൻഡ് ചെയ്തു. നന്നായി പാടി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. നീ നന്നാവട്ടെ. ശിവാനി സാർ, സെലക്ഷൻ വണ്ടർഫുൾ. അസാധ്യ പാട്ട്. ഇത് 50 വർഷത്തോളമായി ഈ പാട്ട്. നിങ്ങൾ അതാ മനസ്സിലാക്കണ്ട. എനിക്ക് ശിവാനി, എനിക്ക് തോന്നിയ ശ്വാസം കുറച്ചും കൂടെ മെച്ചപ്പെടുത്താനുള്ള എന്തെങ്കിലും ഒരു മാർഗം അത്യന്താപേക്ഷിതമായി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഗ്രൂമേഴ്സ് ബ്രീത്തിങ് എക്സസൈസ് തരുന്നുണ്ട്. അതിൻ്റെതാ ഇത്രയും കൂടെ ശ്വാസം പോയത്. പണ്ടത്തേന്നും കുറച്ചുകൂടി ബെറ്റർ ആയി വരുന്നത്. ഇത് പോരാ, പക്ഷെ കുറച്ചും കൂടെ വേണം. കാര്യം ശ്വാസം ഇല്ലാണ്ട് ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അത് മാറ്റുക. ഓക്കെ സർ. ഇപ്പൊ തെன்றலை തൂത് വിട്ട് ഒന്ന് പാടാമോ? തെன்றலை തൂത് വിട്ട് ഒരു ബെല്ലുണ്ട്. എന്ത് കാണിക്കണ്ട. അടുത്ത ലൈൻ കണ്ണുകളെ മൂടവിട്ട്. അത് വേണം. ഓക്കെ സർ. വിട്ട് താരാന്നല്ല, അത് എപ്പോഴും രാജാസാറിന്റെ പാട്ടെടുത്ത് നോക്കി ഒരു ചെറിയ ബെൻഡ് ഉണ്ടാവും കേട്ടോ. നീല നൈസ് നൈസ് നൈസ്. അത്രേ ഉള്ളൂ. ഏതെങ്കിലും ഈ പാട്ട് എടുത്തുകൊണ്ട് വന്നതിന് ശിവാനി ഭയങ്കര വെയിറ്റ് ഉണ്ടായിരുന്നല്ലേ സാർ ആ ഉമ്മയ്ക്ക്? അതെന്താ ഇങ്ങനെ ആയിപ്പോയി. അല്ല ഇവിടെ ഓക്കെ. എം ജി സാർ. ശിവാനി സാർ, ഇവരെല്ലാം പറഞ്ഞ പോലെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. സൂപ്പർ സോങ്. ഈ 50 വർഷമല്ല, ഇനി 5000 വർഷം കഴിഞ്ഞാലും ഈ പാട്ട് ഇങ്ങനെയിരിക്കും. ആഹാ, ഓർക്കസ്ട്രയും എല്ലാം ടോട്ടലായിട്ട് ഈ പാട്ട് കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. മോടെ ശബ്ദവും നല്ല രസമുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെത്ത് കൺട്രോൾ ഒന്ന് കറക്റ്റ് ആക്കുക. എനിക്ക് ഒരു സീരിയസ് ആയിട്ട് തോന്നിയ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നിപ്പരുവത്തിൽ ആ 2 ലൈൻ. അവിടെ
ഇപ്പം നോട്ട്സ് കറക്റ്റായി. അവിടെ ഈ ജാനകിയമ്മ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ചില ഒരു കൊഞ്ചലാണോ എന്താണ്, ഡൈനാമിക്സ് ഉണ്ടല്ലോ, ഒരു ഏറ്റക്കുറച്ചിൽ കൊണ്ടുവരുമല്ലോ നമ്മൾ പാടുന്നതിനകത്ത്. അങ്ങനത്തെ ആ ഒരു മോഡുലേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നന്നായിരുന്നു. നെക്സ്റ്റ് നെയിലാണ്. സോ NI என்னை இழுக்குது என்னை இழுக்குது அந்த நினைவதுவே வண்ணப்பூவே தென்றல் காற்றே என்னை தேடி சுகம் என்னை தேடி சுகம் വരുമോ. ഓക്കെ, എനിക്ക് അവിടെയാണ് ആ 2 ലൈനാണ് എനിക്കൊരു ചെറിയൊരു ജർക്ക് തോന്നിയത്. പാട്ട് നന്നായിട്ട് പാടി കേട്ടു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ശബ്ദം, എവറിഥിങ് ഈസ് ഗുഡ്. സെലക്ഷൻ ചേട്ടനും അനിയനും കൂടെ വെച്ച് കസറിയിരിക്കുക അല്ലേ? രാജാ സാറും ഗംഗയും കൊള്ളാം. ഒരു കുടുംബത്തിൽ തന്നെ കിടക്കട്ടെ ഈ പാട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു MG സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഓക്കെ, ചേച്ചി ശിവാനി, ഈ പെർഫോമൻസിന് 9 മാർക്സ്. താങ്ക് യു ചേച്ചി. താങ്ക് യു. ശരത് സർ. അത് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ദേഷ്യം, തൊലഞ്ഞു പോന്ന് പറഞ്ഞിട്ട്. താങ്ക് യു സർ. MG സർ മഞ്ജരി എത്ര കൊടുത്തേ? 9 മാർക്സ്. അപ്പൊ ഞാനതല്ല, 9. ഓക്കെ, സോ ടോട്ടൽ 18 മാർക്സ്. സൂപ്പർ, അടിപൊളി. ഓക്കേടാ. ചേച്ചി കുറെ നേരമായി ഇവിടെ കാർത്തിക എവിടെ എന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. എന്നാ കാർത്തികയെ വിളിക്കട്ടെ. സോൾഫുൾ ക്ലാസിക്സ് റൗണ്ടിലാണ് പാടാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം കാർത്തിക. അമ്പിളിക്കല ചൂടും തിരുജടയിലേ തുമ്പമലരിനും ഇടമില്ലേ. അമ്പിളിക്കല ചൂടും തിരുജടയിലേ തുമ്പമലരിനും ഇടമില്ലേ. പ്രണവമുഖരിതമാമി പ്രകൃതിയിൽ പ്രണയമധു നൈവേദ്യവുമായി വിരിയും മലരിതളിൽ ഹരനുടെ തിരുമിഴി തഴുകുകില്ലേ. അമ്പിളിക്കല ചൂടും തിരുജടയിലേ തുമ്പമലരിനും ഇടമില്ലേ. ആദിവിഭാതശ്രീ പോലെ മുന്നിലാരോ ചൂടി കാടും കർണികാരം സ്വർണശോഭം പൂജാമന്ത്രം പോലെ നീളെ പൂനിനദമുയർന്നു. മതകരങ്ങൾ ഗിരിതടങ്ങൾ അടവിതൻ ഹൃദയരാഗമരുവി പാടി കളകളമാദേവിഭാതശ്രീ പോലെ മുന്നിലാരോ. കാടും മേടും മുഴിവാനങ്ങളും അരിയൊരു പൂപ്പന്തലാകുന്നുവോ. കാടും മേടും മുഴിവാനങ്ങളും അരിയൊരു പൂപ്പന്തലാകുന്നുവോ. ശൈലകന്യകതാർക്കവർന്നു ഹരപാലനേത്രമുടനുഴറിയുണരവെ പുഷ്പമാണനൊരു മാത്ര കൊണ്ടു ചുടു ഭസ്മമായി രതി ഹൃദയമുരുകവെ ഉയർന്നു കേളി താളമൊടു നിര ഉണർന്നു ധൂളി കടലമുയരവേ.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ. സൂപ്പർ സൂപ്പർ. കാർത്തിക ശ്വാസമൊക്കെ ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ ഇത് ആരാണ് ഇന്ന് ഞങ്ങളുടെ കാർത്തികേനെ സപ്പോർട്ട് ചെയ്യാൻ വന്നേക്കുന്നേ? എൻ്റെ പേര് ആതിര, എൻ്റെ വീട് തൃപ്രയാറ്. ഞാൻ അറളി കോളേജിൽ നിന്നാണ് BA ഭരതനാട്യം MA ഭരതനാട്യം ചെയ്തത്. ഓ വെരി ഗുഡ് സൂപ്പർ വെരി ഗുഡ്. നന്നായിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ട് കളിച്ചു. ഭയങ്കര ഗ്രേസ്ഫുൾ ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വണ്ടർഫുൾ പെർഫോമൻസ്. ഓക്കെ ചോദിക്കാം. ശരത് സർ. കാർത്തിക എന്തോ സാർ? ഉഗ്രം പാട്ട്, ഉഗ്രം പാട്ട്, അതിന് ഒരു ഡൗട്ടും ഇല്ല. പാടി നന്നായിട്ട്. പക്ഷെ എനിക്ക് മൊത്തത്തിൽ തോന്നിയ ഒരു വികാരം എന്ന് പറഞ്ഞാൽ ശ്രുതി കുറച്ച് ഫ്ലാറ്റായിരുന്നു. അത് ഫീൽ ചെയ്തോ? ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ചെറുതായിട്ടേ ഉള്ളൂ. പക്ഷെ അത് വലുതല്ലേ ചേരാതിരിക്കുക പറയുന്നത്. അത് നമ്മൾ വരെ ചിലപ്പോൾ ഈ ഒരു തുടക്കത്തിലായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ പ്രോബ്ലം വരും. പക്ഷെ ഇത് ഉടനീളം കാർത്തികയ്ക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ചേരായിക എല്ലാം ഒരു പണവട കുറവായിരുന്നു. അപ്പം അതൊന്ന് ശരിയായിക്കൊള്ളുക കേട്ടോ. അത് സുപ്രധാനമായിട്ട് അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നിൻ എന്നുള്ളത് കുറച്ചും കൂടെ ക്ലാരിറ്റി ആവാം എന്ന് തോന്നി. അതൊന്നും പാടാമോ? അത് ഓക്കെ, ഓൾമോസ്റ്റ് ഓക്കെ. അത് ശരിയായിക്കൊണ്ടാ മതി. പിന്നെ ഇതിപ്പോ ഒരു രാഗമാലികയാണല്ലോ അല്ലേ? അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? ഉണ്ട്. ഇതിലേതാണ് ഇഷ്ടപ്പെട്ടത്? ഈ പല്ലവി നിങ്ങളുടെ കണക്കിൽ അനുപല്ലവി ചരണം എന്നിട്ടുള്ളത് ഏതാണ് ഇഷ്ടപ്പെട്ടത്? അനുപല്ലവി, കല്യാണ വസന്തം. നൈസ് നൈസ്, വെരി ഗുഡ്, കൊള്ളാം, നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ആ പല്ലവിയും നല്ലതാണ്, സൂപ്പറാണ്, ഗജകേസരിയാണ്. പക്ഷെ കുറച്ചുകൂടി നമുക്ക് എന്താ പറയണ്ടേ, ഒരു ചില ആഹാരം, എല്ലാ ആഹാരം ടേസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ചിലതിനോടൊരു പ്രതിപത്തി കാണത്തില്ല. ഇന്നത്തെ മീൻ കൂട്ടാൻ അതുപോലെ അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടോ. എല്ലാം നല്ലതാടാ, ഇത് ഈക്വലി ഗുഡാണ് കേട്ടോ. അതേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. MG സർ. കാർത്തുമ്പി അല്ലേ? നന്നായിട്ട് പാടി. താങ്ക് യു സർ. കാരണം നല്ല എഫർട്ടാണ് ഈ പാട്ട് പഠിച്ച് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബുദ്ധിമുട്ടാണ്. നല്ല രസമായിട്ട് പാടി. പക്ഷെ ഈ ശ്രുതി ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയത് എൻഡ് പോർഷനിൽ ഒന്ന് പാടാവോ? ശൈലകന്യകതാർക്കവർന്നു ഹരഭാലനേത്രമുടനുഴറിയുണരവേ പുഷ്പബാണനൊരു മാത്ര കൊണ്ടു ചുടു ഭസ്മമായിരതി ഹൃദയമുരുകവേ പഞ്ചമം. ആ താളത്തിൽ അടിച്ചടിച്ച് പാടും. കോംപ്ലിക്കേറ്റഡ് ആണ്. എന്നാലും അവിടെയാണ് എനിക്ക് ഒരു ചെറിയൊരു ഇത് തോന്നി. പക്ഷെ നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. കാർത്തിക, എന്തോ മാം? മോള് നന്നായി പാടി, നന്നായിട്ട് തന്നെ പാടി. എനിക്ക് തോന്നിയത് മോളുടെ ഇപ്പൊ ചെസ്റ്റ് വോയിസ്. മോള് ക്ലാസിക്കൽ പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നു. ആരുടെ അടുത്ത്? ഞാൻ പന്തളം ബാലൻസ് പഠിക്കുന്നു. സൂപ്പർ, വെരി ഗുഡ്. മോളുടെ ചെസ്റ്റ് വോയിസ് സ്ട്രോങ് ആണ്. ആ ക്ലാസിക്കൽ പാടുന്ന വോയിസ് സ്ട്രോങ് ആണ്. പക്ഷെ മോളുടെ ആ ഹയർ പോർഷൻസ് പാടുമ്പോൾ മോള് അത് ആ സിങ്ക് ചെയ്യാൻ മോൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരുന്നുണ്ട്. അത് മോള് തന്നെ ഇരുത്തി ഒന്ന് എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിച്ച് കണ്ടുപിടിക്കണം. കാരണം ഈ ഹെഡ് വോയിസും ചെസ്റ്റ് വോയിസും കൂടി ഒരേ രീതിയിൽ ബാലൻസ് ആയില്ലെങ്കിൽ നമ്മൾ ഹൈ പാടിയിട്ട് താഴെ വന്നിട്ട് ചെസ്റ്റ് വോയിസ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ കോൺഫിഡൻ്റാണ്. അപ്പോൾ കോൺഫിഡൻ്റ് ആകുമ്പോൾ തിരു എന്ന് പറഞ്ഞിട്ട് നിൻ മോളിൽ ആ ഒരു ഫോൾസിൽ പോയിട്ട് തിരു വന്നിട്ട് കുറച്ച് ഹാർഡായിട്ട് മോള് ഹിറ്റ് ചെയ്യുമ്പോൾ അതവിടെ ശ്രുതി പതറും. അപ്പം ഇത് നമ്മുടെ വോയിസിൻ്റെ സ്ട്രെങ്ത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം ആ ഫോഴ്സ് കൊടുക്കുന്നത് എവിടെ എങ്ങനെ കൊടുക്കണം എന്ന് ആലോചിച്ചിട്ട് വേണം ഇടാൻ. അനാവശ്യമായിട്ട് നമ്മൾ ഫോഴ്സ് ഇടുമ്പോൾ അവിടെ ശ്രുതി പോവും. ഓക്കെ മോളെ, അതൊന്ന് ശരിക്കും ഇരുത്തി പഠിക്കും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, നെക്സ്റ്റ് ചോദിക്കാം. MG സർ. 8.5. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. ഓക്കെ. ഓ താങ്ക് യു സർ. ചേച്ചി. ഈ പെർഫോമൻസിന് 8.5. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 17.